നമുക്കിന്ന് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എല്ലാവരും മനസ്സിലാക്കുക. ബേസിക് കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മെയിൻസ് ഒക്കെ എത്തുന്ന സമയത്ത്. കാരണം മെയിൻസിൽ ഈ ഒരു ടോപ്പിക്ക് വളരെ 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 സ്കോറിംഗ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. ഈ ബോട്ട് ആൻഡ് സ്ട്രീമിൽ രണ്ട് കാര്യമാണ് വരുന്നത്. എന്തൊക്കെയാണ്? നമുക്കൊരു ബോട്ടും കാണും, നമുക്ക് ഒരു സ്ട്രീമും കാണും. സോ ഇതിനകത്ത് നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ഈ ബോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാതിരിക്കട്ടെ. ബോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അത് സ്ട്രീമിന് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ സ്ട്രീമും ബോട്ടും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അതല്ലെങ്കിൽ നമ്മുടെ ബോട്ട് സ്ട്രീമിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ രണ്ട് കോൺസെപ്റ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും എങ്ങനെ നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ നോർമലി അറിയാവുന്നൊരു കാര്യം എന്തുവാണ്? വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഫോമുലയാണ്. ഓക്കെ, അപ്പോൾ ഈ ബോട്ട് സ്ട്രീമിൻ്റെ കൂടെ പോവാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്ട്രീമിലേക്ക് നമ്മൾ ഒരു ബോളോ എന്തെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ബോൾ സ്ട്രീമിൻ്റെ വെലോസിറ്റിയിൽ അതിൻ്റെ കൂടെ മൂവ് ചെയ്തങ്ങ് പോകും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ആക്സിലറേഷൻ ഉണ്ടെങ്കിലോ അത് കുറച്ചുകൂടെ സ്പീഡ് മൂവ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതേ കോൺസെപ്റ്റിൽ ഈ ബോട്ട്, ഞാൻ ബോട്ടിൻ്റെ വെലോസിറ്റി ഓഫ് ബോട്ട് എന്ന് വിളിക്കാം. റിവറിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്ട്രീമിൻ്റെ വെലോസിറ്റി ഓഫ് ആർ, വി ആർ എന്ന് വിളിക്കാം, വെലോസിറ്റി ഓഫ് റിവർ. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പോൾ ഇങ്ങനെ റിവർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ബോട്ടൂടെയും നല്ല സ്പീഡിലങ്ങ് മൂവ് ചെയ്ത് പോയാൽ വാട്ട് വിൽ ഹാപ്പൻ? അവരുടെ ടോട്ടൽ വെലോസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. സോ ഇവിടുത്തെ ടോട്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബോട്ട് പ്ലസ് വെലോസിറ്റി ഓഫ് റിവർ ആയിരിക്കും. അതായിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കോൺസെപ്റ്റ് നോക്കാം. നമ്മുടെ ബോട്ട് സ്ട്രീമിന് ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു സ്ഥലത്ത് നീന്താൻ പോവുക. അപ്പോൾ നദിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നീന്താനാണോ സെയിം ഡയറക്ഷൻ നീന്താനോ എളുപ്പം? സെയിം ഡയറക്ഷൻ. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സംഭവിക്കും ഭയങ്കര പാടായിരിക്കും. കാരണം ആ വെള്ളം നമ്മളെ ഓപ്പോസിറ്റ് തള്ളിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് നമ്മുടെ വെലോസിറ്റിക്ക് സംഭവിക്കുന്നത്. വെലോസിറ്റി കുറയും. കാരണം ഇങ്ങോട്ട് റിവർ ഫ്ലോ ചെയ്യുകയാണ് വി ആർ, ഇങ്ങോട്ട് ബോട്ട് മൂവ് ചെയ്യുക വി ബി. അപ്പോൾ നെറ്റ് എഫക്റ്റ് എന്ത് സംഭവിക്കും? നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ തള്ളുക. എന്തായാലും ബോട്ടിൻ്റെ വെലോസിറ്റി റിവർ അല്ലെങ്കിൽ സ്ട്രീമിൻ്റെ വെലോസിറ്റിയെക്കാട്ടി കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ റിവർ വലിച്ചുകൊണ്ടെങ്കിൽ പോകും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും നമ്മുടെ ബോട്ടിൻ്റെ വെലോസിറ്റി റിവറിൻ്റെ വെലോസിറ്റിയെക്കാട്ടി കൂടുതലായിരിക്കും. അപ്പോൾ നെറ്റ് വെലോസിറ്റി എന്ത് സംഭവിക്കും? ഈ ബോട്ട് എങ്ങനെയും ഇടിച്ച് തള്ളി ഈ സ്ട്രീമിനെ മറികടന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം വെലോസിറ്റി ഓഫ് ബോട്ട് മൈനസ് വെലോസിറ്റി ഓഫ് റിവർ ആയിരിക്കും ഇൻ എഫക്റ്റ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇക്വേഷൻ നോക്കി എന്ത് സംഭവിക്കും? നമ്മുടെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്നറിയാം. സോ വി ബി മൈനസ് വി ആർ വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ദിസ് ഈസ് ദ തിങ്. പിന്നെ മറ്റൊരു കാര്യം ഓർത്ത് വെച്ചോ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കേസിലും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഈ രണ്ട് കേസിലും ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഏത് കേസിലാണെന്ന്